മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് ഭഗത് സിംഗിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്ന ഹർജി കോടതി തള്ളി. സി ദാവൂദ് നടത്തിയ പരാമർശത്തിൽ കേസെടുക്കാവുന്ന ഒന്നുമില്ലെന്ന് പറഞ്ഞാണ് ഒറ്റപ്പാലം CJM കോടതി ഹർജി തള്ളിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ച വിഷയമാണ് കഴമ്പില്ലെന്ന് കണ്ട് കോടതി തള്ളിക്കളഞ്ഞത്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന ഒരു പരിപാടിക്കിടെ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് നടത്തിയ പരാമർശത്തിനെതിരെയാണ് പാലക്കാട് നെല്ലായ സ്വദേശി ഗോവിന്ദ് രാജ് കോടതിയെ സമീപിച്ചത്. ഭഗത് സിംഗിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ കലാപാഹ്വാനം ഉൾപ്പെടെ ചുമത്തി കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം. പരാമർശത്തിന് അടിസ്ഥാനമായ വീഡിയോ പൂർണ്ണമായി കണ്ട ശേഷമാണ് ഒറ്റപ്പാലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളിയത്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച മാത്രമായിരുന്നു അത്. അതിൽ കലാപാഹ്വാനമില്ല. ദേശവിരുദ്ധമായതോ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായതോ ആയ കാര്യങ്ങളൊന്നുമില്ല. ഷഹീദ് ഭഗത് സിംഗ് എന്നാണ് ഭഗത് സിംഗിനെ പരാമർശിക്കുന്നത് തന്നെ. അതിൽ അപമാനകരമായ ഒന്നുമില്ല. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒന്നുമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, അസോസിയേറ്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ നിഷാദ് റാവുത്തർ എന്നിവരെയും ഹർജിയിൽ എതിർകക്ഷിയാക്കിയിരുന്നു. ഒറ്റപ്പാലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സജിത MNന്റേതാണ് വിധി. മീഡിയ വണ്ണിന് വേണ്ടി അഡ്വക്കേറ്റ് അമീൻ ഹസൻ കോടതിയിൽ വാദങ്ങൾ അവതരിപ്പിച്ചു. സി ദാവൂദിന്റെ പരാമർശത്തിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി 300 സ്ഥലങ്ങളിൽ പ്രതിഷേധ സംഗമം നടത്തിയിരുന്നു. പരാമർശത്തിനെതിരായ ഹർജി തള്ളിയതോടെ സി ദാവൂദിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തി ഡിവൈഎഫ്ഐയും വെട്ടിലായി. മീഡിയ വൺ കോഴിക്കോട്.